അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, റമദാനിലെ ഓരോ ദിനവും പിന്നിടുമ്പോൾ നാം പൂർണ്ണമായ അതിൻ്റെ മഹത്വത്തിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണുള്ളത്. കഴിഞ്ഞ പോയ ദിനങ്ങളേക്കാൾ മഹത്വമേറിയ ദിനങ്ങളാണ് നമ്മൾക്ക് കടന്നു വരാനിരിക്കുന്നത്. ഈ സന്ദർഭം നമ്മൾക്ക് വിശ്വാസികളെന്ന നിലയിൽ നഷ്ടപ്പെടുത്തുവാൻ നിമിഷങ്ങളേതുമില്ല. കൂടുതൽ നന്മകളിൽ ശക്തമായി വ്യാപൃതമാവുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതിലെ ഏറ്റവും സുപ്രധാനമായൊരു കർമ്മമാണ് പ്രാർത്ഥന. ഒരൽപ്പം പോലും പിശുക്ക് കാണിക്കാതെയും നേർക്കുനേരെ അള്ളാഹുവിനോട് യാചിച്ചും അള്ളാഹുവിൽ പങ്കുചേർക്കാതെയും പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥനയ്ക്കായി തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യം ഒരുപാട് കലുഷിതമായ സാഹചര്യത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ ചുറ്റുപാടുകൾ അപ്രകാരം തന്നെയാണ്. നമ്മൾ ഈ അടുത്ത കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊന്നും മുസ്ലിം സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുള്ളവകളല്ല. അപ്പോൾ ഈ നമ്മുടെ കുടുംബം, ചുറ്റുപാടുകൾ, മക്കൾ, ഇവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന നിരതമാകണം. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സുപ്രധാനമായൊരു പ്രാർത്ഥന ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കേണ്ടായി, റബ്ബി ജൽ ഹാദൽ ബലദ ആമിന, ഈ നാടിനെ നീ നിർഭയത്വമുള്ളതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥന പുലർന്നതിൻ്റെ ഭാഗമായിട്ടാണ് വത്തീനി വസ്സൈത്തൂനി വത്തൂരി സീനീന എന്ന തുടങ്ങുന്ന പാഠഭാഗത്തിൻ്റെ അടുത്ത വചനം പറഞ്ഞത്, വഹാദൽ ബലദിൽ അമീൻ, ഈ രാജ്യത്തിൻ്റെ ഈ നിർഭയത്വമുള്ള നാടിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കാര്യത്തിൻ്റെ സമർപ്പണം അള്ളാഹു പിന്നീട് സമർപ്പിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ അള്ളാഹു സന്നദ്ധമാണ്. പ്രാർത്ഥിച്ചില്ലെങ്കിലോ അള്ളാഹു പരിഗണിക്കുകയുമില്ല. സൂറ അൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗം പ്രത്യേകമായി സൂചിപ്പിക്കുന്നുണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാനായി പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, തീർച്ചയായും എൻ്റെ രക്ഷകൻ നിങ്ങളുടെ പ്രാർത്ഥന നിരന്തരമായിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ പരിഗണിക്കുന്ന പ്രശ്നമേ ഇല്ലായിരുന്നു എന്നാണ് ഖുർആൻ സൂചിപ്പിക്കേണ്ടായത്. അപ്പോൾ പ്രിയമുള്ളവരെ, നാം നിരന്തരമായി വരുന്ന സമയങ്ങൾ വളരെ സുപ്രധാനമേറിയവകളാണ്. നമ്മുടെ നാടിൻ്റെ നിർഭയത്വത്തിന് വേണ്ടി, നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി, നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി, മക്കളുടെ നല്ല ജീവിത സാഹചര്യത്തിന് വേണ്ടി, മുസ്ലിം സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും സമാധാനപരമായ അന്തരീക്ഷത്തിനും വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. റബ്ബ് സുബ്ഹാനഹു വരും ദിനങ്ങളിൽ പ്രാർത്ഥനാ നിരതമായ ഏറ്റവും സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്ന സച്ചരിതരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.